നമസ്കാരം, ആൽബഷ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ റോഷൻ, പ്രധാന വാർത്തകൾ. TIFR സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്ത സെന്റ് ആൽബർട്ട്സ് കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച സെന്റ് ആൽബർട്ട്സ് കോളേജ് ആൽഫ പാലിയേറ്റ് കെയർ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സെഷൻ സംഘടിപ്പിച്ച സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്, സെഷൻ സംഘടിപ്പിച്ച സെന്റ് ആൽബർട്ട്സ് കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, വിക്ടറി വേൾഡ് സംഘടിപ്പിച്ച ഫിറ്റ്നസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സെഷൻ സംഘടിപ്പിച്ച സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ച റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ്, മാംഗ്രോ അവയർനെസ് പ്രോഗ്രാമും മരം നടലും സംഘടിപ്പിച്ച ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, ഓർഗനൈസേഷൻ വിസിറ്റ് സംഘടിപ്പിച്ച സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. മുംബൈയിൽ നടത്തപ്പെട്ട TIFR ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് NSS വോളണ്ടിയർ സെക്രട്ടറി തോഹില മുത്താജ്. ഹോമി ബാബ സെന്റർ ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ TIFR സംഘടിപ്പിച്ച NIUS എക്സ്പോഷർ നേച്ചർ ക്യാമ്പ് ഇൻ അസ്ട്രോണമി എന്ന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തോഹില മുത്താജിന് ആൽബഷൻ കുടുംബത്തിന്റെ അഭിനന്ദനം. സെന്റ് ആൽബർട്ട്സ് കോളേജിലെ NSS യൂണിറ്റും NCC എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജൂലൈ 26 പാപ്പാളി ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ക്യാമ്പിൽ വിവിധ വിദ്യാർത്ഥികളും പങ്കാളികളായി. Well, you only need the light when it's burning low. Only miss the sun when it starts to snow. Only know you love her when you let it go. Only know you've been high when you're feeling low. Only hit the road when you're missing home. Only know you love her when you let her go. When you let her go. देखो देखो कैसी बातें यहाँ की है, साथ पर है साथ ना भी, क्या इतनी आसान है। देखो देखो जैसे मेरे इरादे वैसे कहाँ तेरे यहाँ थे। हाँ कितनी नादान मैं, मेरे हुस्न के अलावा कभी दिल भी मांग लो ना, है पल में मैं पिघल जाऊं। हाँ अब ऐसा ना करो कि दिल जुड़ ना पाए वापस, तेरी बातों से बिखर जाऊं। हाँ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സംഘടനത്തോടെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ആൽഫ പാലിയേറ്റ് കെയർ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. റിട്ടയർഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളും ആൽഫ ഗവേണിംഗ് കൗൺസിൽ മെമ്പറുമായ ഡോക്ടർ ജമീല ഫരീദാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ഫാദർ നിബിൻ കുര്യാക്കോസ് അധ്യക്ഷ പ്രസംഗം നടത്തി. ടോക്കിന്റെ ഭാഗമായി SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജയ് വിൽസനും കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് K തങ്കച്ചനുമാണ് മുഖ്യ പ്രഭാഷകരായത്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി അവയർനെസ് അബൌട്ട് പാലിയേറ്റ് കെയർ ആൻഡ് റോൾ ഓഫ് സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റ് കെയർ എന്ന വിഷയത്തിൽ ടോക്ക് നടത്തപ്പെട്ടു. ജൂലൈ 23 വെള്ളൻ ഹാളിൽ വെച്ച് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും വെൽക്കെയർ ഹോസ്പിറ്റലും സംയുക്തമായി ഡീകോഡിംഗ് പ്ലാസ്റ്റിക് സർജറി എന്ന വിഷയത്തിൽ സെഷൻ നടത്തി. വെൽക്കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മൊസീന സുബൈർ ആയിരുന്നു പരിപാടിയുടെ മുഖ്യ പ്രഭാഷകർ. സസ്റ്റൈനബിൾ ബിസിനസ്, സസ്റ്റൈനബിൾ ടൂറിസം എന്ന വിഷയങ്ങളിൽ ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റും റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റും സെഷനുകൾ സംഘടിപ്പിച്ചു. ജൂലൈ 25-ന് 26-നുമായി നടത്തപ്പെട്ട സെഷനിൽ വയനാട് ലിബറൽ ആർട്സ് ഡയറക്ടർ സൈമൺ വൺ റൺസനും സസ്റ്റൈനബിൾ റീറ്റെയിൽ പ്രൊഫഷണൽ ജാക്കിൻ ഹെസലും നേതൃത്വം നൽകി. വിക്ടറി വേൾഡ് എന്ന പേരിൽ സ്പോർട്സ് ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഫിറ്റ്നസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 11 വരെ നടന്ന പരിപാടികളിൽ ഫുട്ബോൾ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ആം റെസ്ലിംഗ്, ടഗ് ഓഫ് വാർ എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടത്തപ്പെട്ടു. മെഷീൻ ലേണിംഗ് എന്ന വിഷയത്തിൽ സെഷൻ സംഘടിപ്പിച്ചു സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ജൂലൈ 24 നടത്തപ്പെട്ട സെഷനിൽ ട്രിവാൻഡ്രം നെറ്റ്വർക്ക് സിസ്റ്റം കരിക്കുലം പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഓഫീസറായ അവിനാശ് S കുമാർ സെഷൻ നയിച്ചു. ജൂലൈ 26 വേൾഡ് നാച്ചുറൽ കൺസർവേഷൻ ദിനത്തിന്റെ ഭാഗമായി സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തി റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഡിപ്പാർട്ട്മെന്റും കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി മാംഗ്രോ അവയർനെസ് പ്രോഗ്രാമും മരം നടലും സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ ഡേ ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ മാംഗ്രോ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ജൂലൈ 26-ന് മംഗളവനം ബേർഡ് സാങ്ച്വറിയിൽ വെച്ചാണ് പരിപാടി നടത്തപ്പെട്ടത്. തൃക്കാക്കര പോസ്റ്റൽ സ്കൂളിലേക്ക് ഓർഗനൈസേഷൻ വിസിറ്റ് സംഘടിപ്പിച്ചു സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ജൂലൈ 27-ാം തീയതി രാവിലെ 11 മണി മുതൽ 1 മണി വരെ നടത്തപ്പെട്ട വിസിറ്റിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.